നിങ്ങളെന്താ കേട്ട്? ഇപ്പോൾ കുറേ പേര് ഇവിടെ വന്ന് പോയാലൊക്കെ എന്താ കേട്ട്? അതന്നെയാണ് ഇപ്പോൾ ഞാനും കേട്ടത്. ഇപ്പോൾ എൻ്റെ അടുത്തല്ല എല്ലാവരും പറയുക. ഇപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കണമെങ്കിൽ അവരോട് പേഴ്സണലായിട്ട് ചോദിച്ചാലേ കിട്ടുള്ളൂ. നമ്മുടെ അടുത്ത് എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോവുക. പക്ഷേ നിങ്ങൾ നന്നായിട്ടുണ്ട് എന്നാണ് കേട്ടതെങ്കിൽ അതിൽ സത്യം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്കൊക്കെ അങ്ങനെ പോസിറ്റീവായിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ മെൽബണിലാണെങ്കിലും ബ്രിസ്ബെയിനിലാണെങ്കിലും കിട്ടിയ അതേ അഭിപ്രായം ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിയാലേ നമുക്ക് കാര്യമുള്ളൂ. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു പടമാണ്, വലിയ സെറ്റപ്പും പരിപാടികളൊന്നുമില്ല, ഭയങ്കര ബഹളമില്ല, മനോരാജ്യം റിലീസിനായിട്ട് ആളുകൾ കാത്തിരിക്കുന്നൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാലാണ് ആൾക്കാർ കയറുള്ളൂ. കയറി കണ്ട ആൾക്കാരിൽ നിന്ന് നല്ല അഭിപ്രായം കിട്ടിയത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മെൽബണിൽ ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യുന്ന ഒരു മലയാള സിനിമയാണ്. ഇപ്പോൾ ചേംബറിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ഒഫീഷ്യലി ഇറങ്ങുന്ന മെയിൻ സ്ട്രീം സിനിമ. അല്ലാതെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു വിഷ്വൽസും നമുക്ക് പാട്ടാണെങ്കിലും മറ്റ് സാധനങ്ങളാണെങ്കിലും ഒക്കെ പുതിയൊരു അനുഭവം കൊടുക്കാൻ പറ്റി. നമുക്കതൊരു അഡീഷണൽ പേർക്കാണ്. നല്ലൊരു കഥയോടും ഒപ്പം വിഷ്വലി നിങ്ങൾക്ക് മെൽബണിലെ കുറേ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമുള്ള അനുഭവമാണല്ലോ. നല്ല പാട്ടുകളും കൂടെ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ആഡഡ് പോയിൻ്റ് ആയിട്ട് നമുക്ക് സദ്യയുടെ ഇടയിൽ നമ്മൾ കൂട്ടുകറികൾ വിളമ്പുന്ന പോലെ വിളമ്പാൻ പറ്റിയൊരു എലമെൻ്റായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നമ്മുടെ സിനിമ നല്ലൊരു ഫീലിംഗാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇന്ന് മുഴുവൻ കാത്തിരിക്കുകയാണ്. കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഇതിങ്ങനെ കുറേ അഭിപ്രായം പറഞ്ഞ് പോയിട്ട് വരില്ല. ഇത് ആളുകളിലേക്ക് എത്തിയിട്ട് ആൾക്കാർ കണ്ടു തുടങ്ങിയാലാണ് നമുക്കിതിനൊരു സന്തോഷവും റിസൾട്ടും ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ഇറങ്ങിപ്പോയ എല്ലാവരും കൈ തന്നിട്ട് നല്ല പെർഫോമൻസാണ്, ബോറടി ഇല്ലാത്ത പടമാണ്, ഫൈൻ, സാധനം പിടികിട്ടി. പക്ഷേ ഇത് ആളുകളിലേക്ക് കണ്ടിട്ട് ആൾക്കാർക്ക് തിയേറ്ററിൽ വന്ന് കാണണം എന്ന് തോന്നുമ്പോഴാണല്ലോ നമുക്കിതിന് ഒരു റിസൾട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോഴേ ഇതിന് പ്രൊഡ്യൂസറിനൊക്കെ അടക്കം ബെനിഫിറ്റ് ചെയ്യുള്ളൂ. അപ്പോഴേ നമ്മൾ ചെയ്തതിന് കാര്യം ഉണ്ടാവുള്ളൂ. മറ്റേത് നമുക്കൊരു ഈഗോ ബൂസ്റ്റ് എന്നുള്ളതല്ലാതെ അത് അവിടെ തീർന്നു. പക്ഷേ അതിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വല്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കണ്ടിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റിസൾട്ട് ഉണ്ടാവും. ഞാൻ വെയിറ്റ് ചെയ്യാണ് എങ്ങനെയാണ് ആളുകൾ പ്രതികരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ ഈ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് എങ്ങനെയുണ്ട് ചേട്ടാ ആത്മാർത്ഥമായി പറയുമെന്ന് പറയൂ, അപ്പോൾ അവർ പറയുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. തിയേറ്ററിലൊരു പ്രത്യേക ടൈപ്പ് സിനിമകളൊക്കെയാണ് വർക്കാവുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രെഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തിയേറ്ററിൽ പ്രിഡോമിനൻ്റ് ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു 12th സ്റ്റാൻഡേർഡ് ടു ഡിഗ്രി തേർഡ് ഇയർ ആ പിള്ളേരാണ് സത്യം പറഞ്ഞാൽ ഒരു സിനിമയുടെ ഗതി നിശ്ചയിക്കുന്ന എന്നുള്ള രീതിയിലേക്ക് കുറച്ച് മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത എക്സാമ്പിളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ പറഞ്ഞ് ടിക്ക് മാർക്ക് ഇട്ട സാധനത്തിലേക്കാണ് ഫാമിലി വരുന്നത്. അല്ലാതെ ആദ്യത്തെ ദിവസം ഫാമിലി ഇടിച്ച് കയറി കണ്ടിട്ട് അങ്ങനത്തെ ഒരു സംഭവം അല്ലല്ലോ നമ്മുടെ സിനിമയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതൽ രോമാഞ്ചം, ആവേശം, വാഴ തുടങ്ങിയ സിനിമകൾ നമ്മൾ എടുക്കുമ്പോൾ എല്ലാം ഒരു യങ്ങർ ക്രൗഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന, അതിലൊക്കെ കോളേജ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ലിവിങ് ടുഗെദർ ആ സ്പേസിലേക്കാണ് പടം പോകുന്നത്. അപ്പോൾ ഒരാഴ്ച 8 പടം ഇറങ്ങുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച 8 പടം ഇറങ്ങി, അതിൻ്റെ മുമ്പത്തെ ആഴ്ച 8 പടം ഇറങ്ങി. ഇത് ചില്ലറ പരിപാടിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ പണ്ടൊക്കെ നമ്മൾ പറയില്ലേ CA എഴുതിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മറ്റേ MBBSന് മെറിറ്റിൽ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതിലും ബുദ്ധിമുട്ടാണ് മക്കളെ അവിടെ ഒരു ഹിറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ച 8 പടം ആൾക്കാരെ അറിയുന്ന മീൻസ് എല്ലാ പടത്തിനും ആൾക്കാർ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്, എല്ലാ പടത്തിനും ഇതുപോലെ നിങ്ങൾ നിൽക്കുന്നുണ്ട്, എല്ലാ വെള്ളിയാഴ്ച നിങ്ങളിവിടെ ഉണ്ടല്ലോ. ഇത് എളുപ്പമുള്ള പരിപാടിയല്ല. എന്ത് ചെയ്താലാണ് ആ ഒരു എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് പാസ് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു 90ൻ്റെ മേലെ മാർക്ക് വാങ്ങിയാലേ പടം ഹിറ്റാവുന്നുള്ളൂ 100-ൽ. അപ്പോൾ അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ നമ്മളെ തേടി വരണം. അത് നമ്മളെ തേടി വരുന്നില്ല, അത് ഓൾറെഡി ഹിറ്റ് കൊടുത്തിട്ടുള്ള ആൾക്കാരെ തേടിയേ വരുന്നു. അപ്പോൾ ഇപ്പോൾ എന്നെപ്പോലുള്ള ഞാനൊക്കെ ശരിക്കും ഇപ്പോൾ കാര്യമായിട്ടുള്ള തിങ്കിങ്ങിൽ എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം നമുക്ക് വരുന്ന സ്ക്രിപ്റ്റേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ ആൾക്കാർ തിയേറ്ററിൽ പോയി ഞാൻ തന്നെ കാണുമോ എന്ന് തോന്നുന്ന സ്ക്രിപ്റ്റ് എനിക്ക് തന്നെ അഭിനയിക്കാൻ തോന്നുന്നില്ല. പക്ഷേ അഭിനയിച്ചാലാണ് സ്ക്രിപ്റ്റ് വരുന്നുള്ളൂ. ഇപ്പോൾ മനോരാജ്യം പ്രൊമോഷൻ തുടങ്ങിയ ശേഷം മലയാളത്തിൽ 3-4 സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മനോരാജ്യം പ്രൊമോഷൻ അപ്പോൾ ഇവിടെ പടം ചെയ്യുമ്പോഴേ പടം വരുന്നുള്ളൂ. പക്ഷെ പടം ചെയ്യണമെങ്കിൽ നല്ല പടം ചെയ്യണമെന്ന് വിചാരിച്ച് നോക്കിയിരുന്നാലും പറ്റില്ല. അപ്പോൾ ഇതുപോലെ തിരക്കേടില്ല, ആൾക്കാർക്ക് ബോറടിയില്ല എന്നൊക്കെ പറയുന്നൊരു സാധനം വരുമ്പോഴാണ് ഞാനൊക്കെ പിന്നെയും കയറി കളിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ മാസവും പടം ഇറക്കണമെങ്കിൽ പടം ഇറക്കാം. നല്ലൊരു ചിത്രം, നല്ലൊരു കുടുംബ ചിത്രം, അതാണ് ആദ്യം എടുത്ത് പറയേണ്ടത്. തീർച്ചയായിട്ടും ഗോവിന്ദ് പത്മസൂര്യ എന്ന് പറയുന്ന നടൻ്റെ മലയാളത്തിലെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പെർഫോമൻസ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും റഷീദ് പാറക്കൽ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഒരു നല്ല
തുടക്കമാണെന്ന് തോന്നുന്നു. അദ്ദേഹം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു സിനിമ സംവിധാനം ചെയ്ത് നല്ലൊരു തുടക്കം. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ചിത്രീകരിച്ച ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് കഥക്ക് പ്രാധാന്യമില്ലാതെ വെറുതെ ഒരു ചിത്രീകരണമായിട്ട് കാണിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു ചിത്രം നമുക്കൊരു മെസ്സേജ്, സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി തരുന്ന, വീണ്ടും നമുക്ക് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ കാണിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് കാണാൻ സാധിച്ചത്. നല്ല കഥക്ക് പ്രാധാന്യമുള്ള ഒരു ചിത്രം. റഷീദ് പാറക്കൽ എന്ന സംവിധായകൻ്റെ നല്ലൊരു തുടക്കം. അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നവാസ്, ഗോകുലൻ, രഞ്ജിത മേനോൻ, പിന്നെ അതേപോലെ തന്നെ അനിയത്തിയായിട്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കുടുംബ ചിത്രമാണ് മനോരാജ്. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.